2008 റിലീസ് ചെയ്ത ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ദി ഹാപ്പനിങ്. പെട്ടെന്നൊരു ദിവസം മനുഷ്യരെല്ലാം ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. പടത്തിലെ ഹീറോ തന്റെ കുടുംബത്തെ അതിൽ നിന്നുമെല്ലാം രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അമേരിക്കയിലുള്ള ജനങ്ങൾ മുഴുവനും ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നു. അതിന് കാരണം എന്താണ്? അതെല്ലാം നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. മൂവി വേണ്ടവർക്ക് ഞാൻ എന്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. മൂവിയുടെ ആദ്യം കാണിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഒരു പാർക്കാണ്. അവിടെ ഓഫീസിലേക്കും മറ്റാവശ്യങ്ങൾക്കുമായി പലയിടത്തേക്കും പോകുന്ന ആൾക്കാരെ കാണിക്കുന്നു. അവിടെ ഒരു ബെഞ്ചിൽ 2 പെൺകുട്ടികൾ ഇരിപ്പുണ്ട്. പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഫ്രീസ് ആയി നിൽക്കുന്നു. ചില ആൾക്കാർ റിവേഴ്സിൽ നടക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ആ ബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടി അവളുടെ ഫ്രണ്ടിനോട് നീ ഇത് കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നത് പോലുമില്ല. അവൾ വേറെന്തോ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്തോ ഹിപ്നോട്ടൈസ് ആയ പോലെ. എന്നിട്ട് അവളുടെ തലയിലുള്ള ഒരു ഷാർപ്പായ ക്ലിപ്പ് എടുത്ത് അവളുടെ തന്നെ കഴുത്തിൽ കുത്തി ഇറക്കി മരിക്കുന്നു. തൊട്ടടുത്ത ബിൽഡിംഗിൽ ഒരു വലിയ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് വർക്കേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിന്റെ എല്ലാം നടത്തിപ്പുകാരൻ ആരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ബിൽഡിംഗിന്റെ മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ താഴേക്ക് വീണ് മരിക്കുന്നു. വേറെ എന്തെങ്കിലും അപകടം പറ്റിയതാണെന്ന് കരുതി അയാൾ ആംബുലൻസിനെ വിളിക്കുന്നു. പെട്ടെന്ന് തന്നെ വേറൊരാളും താഴേക്ക് വീണ് മരിക്കുന്നു. ഒന്നും മനസ്സിലാകാതെ മുകളിലേക്ക് നോക്കുന്ന അയാൾ കാണുന്നത് മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും ഒരു റീസണും ഇല്ലാതെ 1 by 1 ആയി താഴേക്ക് ചാടി മരിക്കുന്നു. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ഈ പടത്തിലെ ഹീറോയായ ബെന്നിനെയാണ്. ആളൊരു സയൻസ് പ്രൊഫസർ ആണ്. പതിവ് പോലെ തന്നെ സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകം വളരെ മോശമായ ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യലായി മനുഷ്യൻ കണ്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നേച്ചറിന് എഗെയിൻസ്റ്റ് ആണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അതിൽ പറയുന്നത് അമേരിക്കയിലുള്ള ലക്ഷക്കണക്കിന് തേനീച്ചകൾ പെട്ടെന്നൊരു ദിവസം കാണാതെ പോയ ആ തേനീച്ചകൾക്ക് എന്ത് പറ്റി? ഒരുപക്ഷെ അതെല്ലാം ചത്തുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് തേനീച്ചകൾ താഴെ ചത്തു കിടക്കേണ്ടതല്ലേ? അതും ഉണ്ടായില്ല. എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെങ്കിൽ എന്നെങ്കിലും തിരികെ വരണ്ടേ? അതൊന്നും നടന്നില്ല. അതിന് കാരണം ആർക്കെങ്കിലും അറിയാമോ എന്ന് ബെൻ സ്റ്റുഡൻസിനോട് ചോദിക്കുന്നു. അത് ആക്ട് ഓഫ് നേച്ചർ ആണ്. പ്രകൃതി എന്തോ ചെയ്തു, അതാണ് കാരണം. പക്ഷേ നമ്മളെ കൊണ്ട് അത് കണ്ടെത്താനും സാധിച്ചില്ല എന്ന് ആ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റ് പറയുന്നു. ഇതിപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണെന്ന് ബെൻ പറയുന്നു. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിൻസിപ്പൽ വന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറഞ്ഞ് ബെന്നിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. മീറ്റിംഗിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ 8:33 സെൻട്രൽ പാർക്കിൽ ഒരു രോഗം പടർന്നു പിടിച്ചു. ഈ രോഗം ബാധിച്ച് എല്ലാരും അപ്പോൾ തന്നെ സൂസൈഡ് ചെയ്യുന്നു. ഇത് എങ്ങനെ പടരുന്നു, എന്തുകൊണ്ട് പടരുന്നു എന്നൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് നാളെ രാവിലെ വരെ സ്കൂൾ അടച്ചിടുകയാണെന്ന് ആ മീറ്റിംഗിൽ പറയുന്നു. എബി വീട്ടിൽ വന്നപ്പോൾ അവന്റെ വൈഫ് അൽമ ന്യൂസ് കാണുകയാണ്. ഇങ്ങനെ ഒരു രോഗം പടർന്നു പിടിച്ചിട്ടുണ്ട്, അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല എന്നൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട്. എല്ലാവരും പേടിച്ച് സിറ്റി വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബെന്നും ഇവിടുന്ന് പോകാനായി അവന്റെ വൈഫ് അൽമയുമായി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. ബെന്നിന്റെ കൂടെ അവന്റെ ഫ്രണ്ട് ജോയും മകളുമുണ്ട്. അവിടെയുള്ള TV ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മരിച്ചുപോയ ആൾക്കാരുടെ ബോഡിയൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൽ എയർബോൺ ടോക്സിൻ അങ്ങനെ എന്തോ ഒന്ന് കണ്ടു. അത് സാധാരണ കാണുന്നത് പക്ഷികളിലൊക്കെയാണ്. ഈ ടോക്സിൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും ആ ന്യൂസിൽ പറയുന്നുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിലുള്ള മറ്റൊരു പാർക്ക് കാണിക്കുന്നു. ഇപ്പോ സമയം രാവിലെ 11:30. പെട്ടെന്ന് എല്ലാവരും ശില പോലെ നിൽക്കുന്നു. ചിലർ റിവേഴ്സിൽ നടന്നു വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാഫിക് പോലീസുകാരൻ അയാളുടെ കയ്യിലുള്ള ഗൺ ഉപയോഗിച്ച് വെടിവെച്ച് മരിക്കുന്നു. ഇത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഇതേ ഗൺ ഉപയോഗിച്ച് വെടിവെച്ച് മരിക്കുന്നു. ഇവിടെ ഈ പട്ടിയും കൊണ്ടുവന്ന ആ ഓണർ മരിച്ചു പോകുന്നു. പക്ഷെ പട്ടിക്കൊന്നും സംഭവിക്കുന്നില്ല. മനുഷ്യർക്ക് മാത്രമാണ് ഇത് ബാധിക്കുന്നത്. അങ്ങനെ ഇവിടെ എല്ലാവരും ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോയ് അയാളുടെ വൈഫിനെ വിളിക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കുന്നു. പക്ഷെ കിട്ടുന്നില്ല. അവർ പോയിക്കൊണ്ടിരുന്ന ട്രെയിൻ പെട്ടെന്ന് പകുതിക്ക് വെച്ച് നിൽക്കുന്നു. ബെൻ കാര്യം തിരക്കിയപ്പോൾ ഈ ട്രെയിൻ ഇനി പോകില്ല എന്ന് എഞ്ചിൻ ഡ്രൈവേഴ്സ് പറയുന്നു. കാരണം ഈ ട്രെയിൻ ഇനി പോകാൻ സാധ്യതയുള്ള എല്ലാ സ്റ്റേഷനിലും ഇവർ കോൾ ചെയ്ത് നോക്കി. ഒരാൾ പോലും ഫോൺ എടുക്കുന്നില്ല. എല്ലാവരും മരിച്ചുപോയി കാണുമെന്ന് അയാൾ വിഷമത്തോടെ പറയുന്നു. എല്ലാവരും അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. ആ സമയത്ത് അവിടെയുള്ള ഒരു സ്ത്രീ എന്റെ അനിയത്തി എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ എല്ലാവരെയും കാണിക്കുന്നു. അതിൽ എന്താണെന്ന് വെച്ചാൽ സൂവിൽ ജോലി ചെയ്യുന്ന ഒരാൾ അയാൾക്ക് ഈ രോഗം പിടിപെട്ട് മരിക്കാൻ തീരുമാനിക്കുന്നു. അയാളുടെ തൊട്ടടുത്തുള്ളത് സിംഹങ്ങളാണ്. അയാൾ കൂട്ടിലേക്ക് കയറി അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്നെ തിന്ന് എന്ന് പറഞ്ഞ് അയാളുടെ കൈകളെല്ലാം കാണിച്ചു കൊടുക്കുന്നു. ആ സിംഹമാണെങ്കിൽ അയാളുടെ കൈകളെല്ലാം കടിച്ചു പറിച്ച് അയാളെ കൊടൂരമായി കൊല്ലുന്നു. ഇത് കണ്ട് എല്ലാവരും പേടിച്ചു പോകുന്നു. ഈ സമയത്ത് ന്യൂസിൽ പറയുന്നത് ഇതെന്തെങ്കിലും അസുഖമാണോ അതോ എന്തെങ്കിലും അറ്റാക്ക് ആണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ടെററിസ്റ്റ് അറ്റാക്ക് അല്ല എന്ന് പറയുന്നുണ്ട്. നല്ല കാര്യം. എന്നിട്ട് ഈ പ്രശ്നങ്ങളുള്ള നഗരങ്ങളും ഗ്രാമങ്ങളും എല്ലാം ഒരു മാപ്പ് പോലെ അതിൽ കാണിക്കുന്നു. ഈ മാപ്പിൽ നമ്മളിപ്പോ ഉള്ള ഇടം കാണിക്കാൻ പറയുമ്പോൾ
മാപ്പിന്റെ ഒത്ത നടുക്ക് തൊട്ട് കാണിച്ചു കൊടുക്കുന്നു. ഇതിന് ചുറ്റിനും ഈ രോഗം പടർന്നിട്ടുണ്ട്. ഇവരെല്ലാവരും അതിന്റെ നടുക്ക് പെട്ടുപോയി കിടക്കുകയാണ്. പെട്ടെന്ന് ആ റെസ്റ്റോറന്റിലെ കറണ്ട് മുഴുവൻ കട്ടാകുന്നു. ഇവിടുന്ന് 90 മൈൽ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു പ്രശ്നവുമില്ല, അവിടെ എന്റെ റിലേറ്റീവ് ഉണ്ടെന്ന് ഒരാൾ പറയുന്നു. ഇത് കേട്ടിട്ട് എല്ലാവരും കൂടി ആ ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. എല്ലാവരും കിട്ടുന്ന വണ്ടിയൊക്കെ പിടിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ കയറി പോകാൻ നോക്കുകയാണ്. ബെൻ എല്ലാവരോടും സഹായം ചോദിക്കുന്നു, പക്ഷെ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ സമയത്ത് ജോയ് അവന്റെ കുഞ്ഞിനെയും കൊണ്ട് ബെന്നിന്റെ അടുത്തേക്ക് വരുന്നു. എന്റെ വൈഫിനെ എത്ര കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. അവൾ ബസ്സിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നതാണ്. എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല, ഞാൻ പോയി ഒന്ന് നോക്കട്ടെ. എന്റെ മകളെ അതുവരെ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് നോക്കണം പ്ലീസ്, അവളെ ഉപേക്ഷിക്കരുത് എന്നും പറഞ്ഞ് അയാൾ അവിടെ കിടന്ന ഒരു ജീപ്പിൽ കയറി പോകുന്നു. ഈ സമയത്ത് ബെന്നും വൈഫും ഒരു വയസ്സായ കപ്പിൾസിനെ കാണുന്നു. അവർ ചെടികളുടെയൊക്കെ നഴ്സറി നടത്തുന്നവരാണ്. ഇവിടെ ജോയ് ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് മരത്തിൽ ഒരുപാട് ജഡങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നു. ഇത് കണ്ട് പേടിച്ച് ആ വണ്ടിയിലുണ്ടായിരുന്ന ഒരു പെണ്ണ് കരയുന്നുണ്ടെങ്കിലും ജോയ് അവരെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. ആ വിഷക്കാറ്റ് അകത്ത് വരാതിരിക്കാനായി ഇവർ ആ ജീപ്പ് ഫുൾ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ മുകളിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ കുറച്ച് ഭാഗം കീറിയിരിക്കുന്നത് ജോയ് കാണുന്നത്. അടുത്ത നിമിഷം തന്നെ ആ ഡ്രൈവർ വണ്ടി സ്പീഡിൽ കൊണ്ടുവന്ന് ഒരു മരത്തിൽ ഇടിക്കുന്നു. അങ്ങനെ അതിലുള്ളവരെല്ലാം മരിച്ചു പോകുന്നു. പക്ഷെ ജോയ് മാത്രം മരിക്കുന്നില്ല. അയാൾ എഴുന്നേറ്റ് വന്ന് തറയിലിരിക്കുന്നു. എന്നിട്ട് തറയിൽ കിടന്ന് കിട്ടിയ ഒരു കണ്ണാടിയുടെ കഷ്ണം എടുത്ത് അയാളുടെ ഞരമ്പെല്ലാം മുറിച്ച് അവനും അവിടെ ആത്മഹത്യ ചെയ്യുന്നു. ഈ സമയത്ത് ബെൻ ആ കപ്പിൾസിന്റെ കാറിൽ കയറി അവന്റെ അമ്മയുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിൽ ഒരുപാട് പേർ മരിച്ചു കിടക്കുന്നത് ഇവർ കാണുന്നത്. അപ്പോഴാണ് അവിടേക്ക് ഒരു പട്ടാളക്കാരൻ വരുന്നത്. അയാളുടെ ക്യാമ്പിലും ഈ അസുഖം ബാധിച്ച് ബാക്കി എല്ലാവരും മരിച്ചു. ഇയാള് മാത്രം എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. അപ്പോ ആ പട്ടാളക്കാരൻ വന്ന ദിശയിലും രോഗമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാകുന്നു. അപ്പോൾ വേറെ ദിശയിൽ നിന്നും കുറച്ച് വണ്ടികൾ വരുന്നു. അവരോട് ചോദിച്ചപ്പോൾ ആ ഭാഗത്തും രോഗമുണ്ട്. 4 ഭാഗങ്ങളിലും രോഗമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാകുന്നു. റോഡുകളിൽ ഒരുപാട് പേർ മരിച്ചു കിടക്കുന്നതുകൊണ്ട് റോഡിൽ കൂടി പോകുന്നത് ആപത്താണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് നമുക്ക് വയൽ ഭാഗത്തു കൂടി നടന്നു പോകാമെന്ന് എല്ലാവരും കൂടി തീരുമാനിക്കുന്നു. ആൾക്കാർ കൂട്ടം ചേർന്നിരിക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാതെ 2 ഗ്രൂപ്പായി പിരിഞ്ഞു പോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാവരും 2 ഗ്രൂപ്പായി പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ചു പേർ പെട്ടെന്ന് ഫ്രീസായി നിൽക്കുന്നു. ആ രോഗം ഇവരെയും ബാധിക്കാൻ തുടങ്ങി. ആ പട്ടാളക്കാരൻ റിവേഴ്സിൽ നടന്നു വന്ന് അയാളുടെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് മരിക്കുന്നു. തൊട്ടുപുറകെ തന്നെ ഒരുപാട് ഗൺ സൗണ്ട് കേൾക്കുന്നു. കാരണം ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും മരിച്ചുപോയി. എന്തുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്? ആദ്യം പാർക്കിൽ നടന്നു, പിന്നെ റോഡിൽ നടന്നു, ഇപ്പോൾ വയൽ വഴിയിൽ നടക്കുന്നു. ബെൻ നല്ലതുപോലെ തിങ്ക് ചെയ്ത് നോക്കുന്നു. ഇതുവരെ പഠിച്ച എല്ലാ തിയറികളും ആർട്ടിക്കിൾസും അവ അനലൈസ് ചെയ്ത് നോക്കുന്നു. അവിടെ നടന്ന കാര്യങ്ങളുമായി എല്ലാം കണക്ട് ചെയ്ത് നോക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിനെല്ലാം കാരണം ഈ മരങ്ങളും ചെടികളും ഒക്കെയാണ്. അതിൽ നിന്നുമാണ് ഈ ടോക്സിക് ഗ്യാസ് വരുന്നത്. മനുഷ്യർ കൂട്ടത്തോടെ ഈ മരങ്ങളുടെ അടുത്തുകൂടി പോയാൽ ഇവ ഈ ഗ്യാസ് റിലീസ് ചെയ്യും. എന്നാൽ വളരെ കുറച്ചു പേരെ ഉള്ളുവെങ്കിൽ അത് ഈ ഗ്യാസ് റിലീസ് ചെയ്യത്തുമില്ല. അവിടെ ഹൈവേയിൽ കണ്ട മരണങ്ങളും ഇപ്പോൾ ഈ ഗ്രൂപ്പിനുണ്ടായ മരണങ്ങളും എല്ലാം വെച്ച് അവരത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇവർ വീണ്ടും ചെറിയ ചെറിയ ടീംസായി പിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നടക്കുമ്പോൾ ഇവരെ ഇത് ബാധിക്കുന്നതേ ഇല്ല. അപ്പോൾ ഇതാണല്ലേ ട്രിക്ക്. നമ്മളെ ഇത്രയും നേരം കൊന്നുകൊണ്ടിരുന്നത് ഈ മരങ്ങളും ചെടികളും പുല്ലുകളും ഒക്കെയാണ്. വളരെ കുറച്ച് മനുഷ്യർ മാത്രമുള്ളപ്പോൾ ഈ മരങ്ങൾക്കൊന്നും മനുഷ്യരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ അവരുടെ തിയറികളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചെറിയ ഗ്രൂപ്പുകൾക്കും ഇത് ബാധിക്കാൻ തുടങ്ങി. കാരണം ഇതിന് പരിണാമം വന്നിരിക്കുന്നു. ഈ വൈറസുകൾക്കൊക്കെ പരിണാമം സംഭവിക്കുന്നത് പോലെ ഇതിനും പരിണാമം വന്നിരിക്കുന്നു. അതുകൊണ്ട് ചെറിയ ഗ്രൂപ്പുകളെയും ഇത് ബാധിക്കാൻ തുടങ്ങി. ബെന്നും ഫാമിലിയും അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ അവർ ഒരു വീടിന്റെ അടുത്തെത്തുന്നു. അവിടെ ചെന്ന് ഒരു മാപ്പൊക്കെ നോക്കി ഇനി എവിടൊക്കെ പോകാമെന്ന് ഡിസൈഡ് ചെയ്യുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു ചെടി ഇരിക്കുന്നത് ബെൻ കാണുന്നത്. അവൻ ആ ചെടിയെ നോക്കി, ഞാൻ നിനക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് നീ പൊറുക്കണമെന്നൊക്കെ പറഞ്ഞ് ആ ചെടിയുടെ കാലൊക്കെ പിടിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു പ്ലാസ്റ്റിക് ചെടിയാണെന്ന്. ഇത്രയും നേരം ഒരു പ്ലാസ്റ്റിക് ചെടിയോടൊക്കെ പോയി കെഞ്ചി തോർത്ത് അവന് തന്നെ നാണക്കേട് തോന്നുന്നു. അവിടെ വെച്ച് 2 കുട്ടികളും കൂടെ ഇവരുടെ ഒപ്പം കൂടുന്നു. അവർ അവിടുന്ന് കുറച്ച് ആഹാരമൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങുന്നു. അപ്പോഴാണ് ഇവർ നിന്നിരുന്ന ആ വീട്ടിലേക്ക് വീണ്ടും ഒരുപാട് ആൾക്കാർ വരുന്നത്. ഒരുപാട് പേർ. അതുകൊണ്ട് തന്നെ ആ രോഗം അവരെയും ബാധിക്കുന്നു. എല്ലാവരും ഫ്രീസ് ആയി നിൽക്കുന്നു. അതിൽ ഒരാൾ ചെന്ന് അവിടെ പുല്ലൊക്കെ വെട്ടാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഓണാക്കുന്നു. എന്നിട്ട് അതിന്റെ മുന്നിൽ കയറി കിടക്കുന്നു. ആ മെഷീൻ അയാളെ പുല്ല് വെട്ടുന്നത് പോലെ വെട്ടി 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 കൊല്ലുന്നു. അത് കണ്ട് മറ്റുള്ളവരും അതുപോലെ തന്നെ ചെയ്യുന്നു. എല്ലാവരും ആ മെഷീന്റെ ഇടയിൽപ്പെട്ട് വളരെ കൊടൂരമായി തന്നെ മരിക്കുന്നു. അങ്ങനെ അവരവിടെ നിന്ന് നടന്ന് മറ്റൊരു വീടിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു. അവർ എത്ര തട്ടിയിട്ടും ആ കതക് തുറക്കുന്നില്ല. എന്റെ വീടിനകത്തേക്ക് വരാതെ കതക് തുറന്നാൽ എന്തെങ്കിലും രോഗം വരും. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോ എന്ന് പറഞ്ഞ് അകത്തു നിന്ന് ശബ്ദം മാത്രം കേൾക്കുന്നു. ഞങ്ങളുടെ കൂടെ ഒരു കുട്ടിയുണ്ട്, ഞങ്ങളെ ദയവ് ചെയ്ത് അകത്ത് കയറണേ എന്ന് പറഞ്ഞിട്ടൊന്നും അവരെ കേൾക്കുന്നതേ ഇല്ല. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ 2 ചെറുക്കന്മാർ കൂടി കതവ് തുറക്ക് കിളവായെന്ന് പറഞ്ഞ് കതവൊക്കെ ചവിട്ടി പൊളിക്കാൻ നോക്കുന്നു. മരിക്കാൻ
പോകുകയാണെന്ന് അറിഞ്ഞാൽ മനുഷ്യരൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയത്തില്ല. അകത്തുനിന്നും ആരോ വെടിവെച്ച് അതിലൊരു ചെറുക്കനെ കൊല്ലുന്നു. എന്നിട്ട് രണ്ടാമത്തെ ചെറുക്കന്റെ തലയിലേക്കും വെടിവെക്കുന്നു. അവൻ തല പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. ഇത് കണ്ട് പേടിച്ച് ബെന്നും ഫാമിലിയും അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇവിടെ ആ വീട്ടിലുണ്ടായിരുന്ന രണ്ടുപേരെയും കാണിക്കുന്നു. ഒരു വയസ്സായ അപ്പൂപ്പനും അമ്മയും എയർ പ്യൂരിഫൈങ് മാസ്ക് ഒക്കെ ഇട്ട് പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ബെന്നും ഫാമിലിയും നടന്ന് ഒരു വീടിന്റെ മുന്നിലെത്തുന്നു. കണ്ടാൽ ആൾതാമസമൊന്നുമില്ലാത്ത ഒരു വീട് പോലെയുണ്ട്. ആരെയും കാണാത്തത് കൊണ്ട് അവിടെയൊക്കെ ചുറ്റി നടന്ന് നോക്കുമ്പോഴാണ് അവിടെ ഒരു അമ്മൂമ്മ ഇരിക്കുന്നത് കാണുന്നത്. അവരാണെങ്കിൽ ഒരു സൈക്കോ അമ്മൂമ്മ. ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇവർക്കറിയില്ല. ബെൻ എത്രയൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും മനസ്സിലാകുന്നതേയില്ല. അവസാനം ഈ ഒരു രാത്രി മാത്രം ഞങ്ങൾ ഇവിടെ തങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു വിധത്തിൽ അവർ സമ്മതിക്കുന്നു. അങ്ങനെ രാത്രി അവിടുന്ന് അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അവർ തന്നെയാണ് കൃഷി ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒന്നും വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോകേണ്ട കാര്യം പോലുമില്ല. എന്റെ വീട്ടിൽ നിന്നും കുറച്ച് മാറി ഗസ്റ്റ് ഹൗസ് പോലെ ഒരെണ്ണമുണ്ട്. പണ്ട് യുദ്ധസമയത്ത് അടിമകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ റൂമിലിരുന്ന് ആര് എന്ത് സംസാരിച്ചാലും എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. കാരണം ഒരു പൈപ്പ് ലൈൻ പോലെയൊന്നും എന്റെ വീടുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ അവിടെ കിടക്കണ്ട, ഞാൻ മറ്റൊരു മുറി തരാമെന്ന് അവർ പറയുന്നു. അങ്ങനെ അന്നത്തെ രാത്രി അവരവിടെ കഴിച്ചു കൂട്ടുന്നു. പിറ്റേന്ന് ഉറക്കമെഴുന്നേക്കുന്ന ബെൻ നോക്കുമ്പോൾ അവന്റെ വൈഫിനെയും കുഞ്ഞിനെയും അവിടെ കാണുന്നില്ല. അവിടെയെല്ലാം അന്വേഷിച്ചിട്ട് അവസാനം അവൻ ആ വയസ്സായ അമ്മൂമ്മയുടെ മുറിയിലെത്തുന്നു. അവരുടെ ബെഡിൽ ബൊമ്മ പോലെ ഒന്ന് കിടപ്പുണ്ട്. പെട്ടെന്ന് ബെൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ അമ്മൂമ്മ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ എന്റെ മുറിയിൽ കയറിയത്? എന്നെ കൊല്ലാനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഷ്ടിക്കാനോ? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവര് കിടന്ന് അലറുന്നു. ഒരു വല്ലാത്ത ജാതി സൈക്കോ അമ്മൂമ്മ. എന്നിട്ട് ബെന്നിനെയും വഴക്ക് പറഞ്ഞ് അവരുടെ തോട്ടത്തിലേക്ക് പോകുന്നു. ബെൻ നോക്കുമ്പോൾ അവർക്കും ആ രോഗം പിടിപെട്ടത് കാണുന്നു. അവർ പെട്ടെന്ന് ഫ്രീസായി നിന്ന ശേഷം റിവേഴ്സിൽ നടക്കാൻ തുടങ്ങി. അവസാനം അത് ഇവിടെയും എത്തിയത് കണ്ട് പേടിച്ച് ബെൻ അകത്തേക്ക് ഓടി ഒളിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ആ അമ്മൂമ്മ വന്ന് ജനലിന്റെ ഗ്ലാസിൽ തല ഇടിച്ചിടിച്ച് അത് പൊട്ടിച്ച് മരിക്കുന്നു. ആ പൊട്ടിയ ഗ്ലാസ് വഴി കാറ്റെല്ലാം അകത്തേക്ക് കയറാൻ തുടങ്ങി. ഇത് കണ്ട് പേടിച്ച ബെൻ പെട്ടെന്ന് മറ്റൊരു മുറിയിലേക്ക് കയറി ഒളിക്കുന്നു. അപ്പോഴാണ് ദൂരെ മാറി ആ ഗസ്റ്റ് ഹൗസ് ഇവൻ കാണുന്നത്. അവിടെ അൽമയും കുഞ്ഞും സംസാരിക്കുന്നത് ഈ മുറിയിലിരുന്ന് അവൻ കേൾക്കുന്നു. കാരണം പൈപ്പ് ലൈൻ പോലെ എന്തോ ഒന്ന് ഈ വീടുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ മരിച്ചുപോയെന്നും അതുകൊണ്ട് ജനലും വാതിലുകളും എല്ലാം അടച്ച് സുരക്ഷിതമായി ഇരിക്കാനും ഇവൻ പറയുന്നു. അവർ അതുപോലെ തന്നെ ചെയ്യുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ബെൻ അൽമയെ പ്രപ്പോസ് ചെയ്ത കാര്യവും ഇവർ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള കാര്യങ്ങളുമെല്ലാം ഇവർ പരസ്പരം പറയുന്നു. ഇവരുടെ എല്ലാ പിണക്കങ്ങളും ഇവർ പരസ്പരം പറഞ്ഞു തീർക്കുന്നു. എന്തായാലും നമ്മൾ മരിക്കും, എങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് മരിക്കാതെ ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് ബെൻ പുറത്തേക്ക് വരുന്നു. ചാവുന്നെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞ് അൽമയും പുറത്തേക്ക് വരുന്നു. രണ്ടുപേരും അടുത്തേക്ക് വന്ന് കൈയും കോർത്ത് പിടിച്ച് മരണത്തെയും കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കുറെ നേരം അവർ കാത്തു നിന്നു. പക്ഷെ അവർ മരിക്കുന്നില്ല. ഷെടാ, ഇതെന്താ ഞങ്ങൾ മരിക്കാത്തെന്ന് വിചാരിച്ച് വീടിനുള്ളിലേക്ക് വന്ന് അവർ അതും ചിന്തിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് 3 മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ജോയിയുടെ മകളെ ബെന്നും അൽമയും അവരുടെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്. അവളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും വരുന്നതുമെല്ലാം ബെന്നാണ്. ഇവിടെ ടിവിയിൽ ഇതിനെ പറ്റിയുള്ള ഡിബേറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. എന്താണ് നടന്നത്? എന്തിനാണ് ഇത്രയും ലക്ഷം പേര് ആത്മഹത്യ ചെയ്തത്? അതിന് പിറകിലുള്ള കാരണം എന്താണ്? അതൊന്നും ആർക്കും അറിയില്ല. ഇവർക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മരങ്ങളും ചെടികളുമെല്ലാം ഒരു പ്രത്യേകതരം കെമിക്കൽസ് പുറത്തേക്ക് വിടുന്നു. കാറ്റടിക്കുമ്പോൾ ഈ കെമിക്കൽ ചെന്ന് ദേഹത്ത് വീഴുന്നവരെല്ലാം അത് ബാധിച്ച് അപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്ന് ആ ഇന്റർവ്യൂ നടത്തുന്ന ആൾ ചോദിക്കുന്നു. വിശ്വസിച്ചേ പറ്റൂ, കാരണം ഇത് സയന്റിഫിക്കായി പ്രൂവ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഈ മരങ്ങൾക്കും ചെടികൾക്കുമെല്ലാം നമ്മളോട് എന്താണ് ഇത്ര ദേഷ്യം? ഒരുപക്ഷെ മനുഷ്യർ ഈ ലോകം നശിപ്പിക്കുന്നത് കണ്ട് ഇത് ഞങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്ന് അവയ്ക്ക് പേടി കാണും. അതുകൊണ്ടായിരിക്കും ഇതെല്ലാം കൂടി നമുക്കെതിരെ തിരിഞ്ഞത്. ഇത് മനുഷ്യർക്കെല്ലാം ഉള്ള ഒരു പാഠമാണ്. ഇനിയെങ്കിലും ഈ ലോകം മനുഷ്യർക്ക് മാത്രമുള്ളതല്ലെന്നും ചെടികൾക്കും മരങ്ങൾക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും തുല്യമാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞ് ആ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നു. ഇവിടെ അൽമ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ അവൾ പ്രഗ്നന്റ് ആണെന്നാണ് കാണിക്കുന്നത്. അവൾ വളരെ ഹാപ്പി ആകുന്നു. ബെൻ വരുമ്പോൾ അവൾ ഇത് അവനോട് പറയുന്നു. അങ്ങനെ ഹാപ്പിയായി നിൽക്കുന്ന ബെന്നിനെയും അൽമയും കാണിച്ചുകൊണ്ട് ഈ പടം അവിടെ അവസാനിക്കുകയാണ്. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക. മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് സംശയങ്ങളും കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി.